കറുത്ത കണ്ണട ഉപയോഗിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രോഗ്രാം കാണാൻ ശ്രമിക്കരുത്, ആപത്താണ്. ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് മജീഷ്യനാണ്. അപ്പം നീ പഠിക്കണ്ടേടാ. വേണ്ട, എനിക്ക് മാജിഷ്യനായാൽ മതി. പോയിരുന്ന് വായിച്ചു പഠിയടാ. ഞാനൊരു ഏകദേശം ഒരു 11 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പം ഭയങ്കര നിലാവ് വെട്ടം. ഓ എന്ത് രസം. ചുറ്റും നോക്കിയപ്പം അതാ കല്ലറ. ഇന്ന് ഞാൻ നാളെ നീ ലാസ്റ്റിൽ ബ്രാക്കിൽ എഴുതും, ഗർഭിണികളും കുഞ്ഞുങ്ങളും കാണാതിരിക്കുക. നോക്കുക. ഓം കമോൺ, ഓം കമോൺ. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുകയും അതിശയിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപമാണ് ജാലവിദ്യ അല്ലെങ്കിൽ മാജിക് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യൻ മാജിക് ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ മജീഷ്യൻസിൽ ഒരാളായ ശ്രീ സാമ്രാജ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. അധികം ആരും കടന്നു വരാത്തൊരു മേഖലയാണ് ഈ മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ അതിനുള്ള റീസൺ അല്ലെങ്കിൽ അതിൻ്റെ പ്രചോദനം എവിടെ നിന്നാണ് കിട്ടിയത്? പറയാം. ദൈവദത്തമായ കഴിവ്, അതായത് ദൈവം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കഴിവുകളോടുകൂടിയാണ്. ഓക്കെ, അത് തിരിച്ചറിയുക. നിങ്ങൾക്കെല്ലാവർക്കും ഒന്നല്ലേ മറ്റൊരു കഴിവുകളുണ്ട്. പക്ഷേ ഈ സ്വന്തം കഴിവ്, അത് ഇൻബോൺ ടാലൻറ്റ് അനുസരിച്ച് നമ്മൾ പ്രൊഫഷൻ കിട്ടുക, അല്ലെ അതിൽ ജോലി ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഭാഗ്യം. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരം എടുത്ത് നോക്കിയാൽ അങ്ങനെ അവരവരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പ്രൊഫഷൻ ആക്കുന്നവരുടെ ഒരു റേഷ്യോ നോക്കിയാൽ വളരെ വളരെ കുറവാണ്. നമ്മൾ അപ്പൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ പ്രൊഫഷൻ സ്വീകരിക്കുന്നത്. പക്ഷേ അവരത്ര താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. കാരണം എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ, അതായത് MBBS കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇപ്പം അടിപൊളി കൃഷിയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ സാഹചര്യം അതാണ്. കാരണം അവർക്ക് ഒത്തിരി കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ചെയ്തേ പറ്റൂ. അങ്ങനെ മാറി. അപ്പോൾ അദ്ദേഹത്തിന് ഈ അഥവാ ഇപ്പം അദ്ദേഹം പഠിച്ച ഫീൽഡ് MBBS, അതായത് ഡോക്ടർ, മെഡിക്കൽ ഫീൽഡ്, അതിൽ ജോലി കിട്ടിയാൽ പോലും അദ്ദേഹത്തിന് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യം ഏതാണ്? കൃഷിയാണ്. എന്ന് പറയുന്ന പോലെ എനിക്കൊരു ഇൻബോൺ ടാലൻ്റ് ഉണ്ടായിരുന്നു, ദൈവം തന്നൊരു കഴിവ്. അല്ലാതെ ആരും ഇഞ്ചെക്ട് ചെയ്തൊന്നുമല്ല. ഒരു ഫൈൻ മോർണിംഗ് എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു മാജിക് ഷോ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു താല്പര്യം തോന്നി, എനിക്കും മജീഷ്യനാവണം എന്നൊരു തോന്നൽ, ആഗ്രഹം. പക്ഷെ അന്നൊന്നും ഇതുപോലെ അക്കാഡമികളോ സ്കൂളുകളോ ഒന്നുമില്ല മാജിക് പഠിപ്പിക്കാൻ. ഞാൻ ആ കൊച്ചു പയ്യൻ, അതായത് 8-9 വയസ്സുള്ള ആ ഒരു പയ്യൻ, ഞാൻ എവിടെ പോയി ഗുരുവിനെ കണ്ടുപിടിക്കാനാണ്? ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മ എനിക്കും മജീഷ്യനാണ്. അപ്പം നീ പഠിക്കണ്ടേടാ. വേണ്ട, എനിക്ക് മാജിഷ്യനായാൽ മതി. പോയിരുന്ന് വായിച്ചു പഠിയടാ എന്ന് പറഞ്ഞ് അതാണ് നമ്മുടെ രീതി. കാരണം അതാണ് ശരിയും. അല്ലാതെ അത് കാരണം എൻ്റെ അമ്മയുടെ ആഗ്രഹം മകൻ ഒരുപക്ഷെ വലിയ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ലാതെ ആ അമ്മയുടെ മകൻ വഴിയേറി, അന്ന് അമ്മയുടെ തെറ്റല്ല. ഈ അമ്മ കണ്ടിട്ടുള്ള മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിലിരുന്ന് ഇങ്ങനെ തെരുവുമാതിരി ഇരിക്കുന്നുണ്ട്, അതൊക്കെയുണ്ട്. അല്ല ഇന്നത്തെ പോലുള്ള സ്റ്റേജ് പെർഫോമൻസ് അല്ല. അപ്പോൾ എൻ്റെ മകൻ ഒരിക്കലും അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ ഡോക്ടറായേ പറ്റൂ. അതുകൊണ്ട് അമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോയി. പിന്നെ ഗൾഫിലെത്തിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാനൊരാളെ കാണുന്നതും ഒക്കെ അതിലൂടെ മാജിക്കിലേക്ക് ഞാൻ വരുന്നതും. മനസ്സിലായി? അങ്ങനെയാണ് വരുന്നത്. സാറിൻ്റെ ജ്യേഷ്ഠൻ, അതായത് ഞങ്ങളുടെ ജോൺ സർ, ബി ഗുഡ് പോലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തു. സാർ അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു. അപ്പോൾ അത് ചൂസ് ചെയ്ത സമയത്ത് ഫാമിലിയിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഈ ഏതൊരു ഫീൽഡും, പ്രത്യേകിച്ച് കലാഫീൽഡ്, ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒത്തിരി ഗുണകരമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാനീ പറയുന്നത്. കാരണം എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ്, ഫോറിനിലുള്ള ആളാണ്, അത് ജർമ്മൻ ഒരു മജീഷ്യനാണ്, മാർക്ക് ആൻ്റണി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ ഇതെങ്ങനെ, നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, എന്ത് ചോദ്യമോ സാമ്രാജ്, അതല്ലെങ്കിൽ അവളെൻ്റെ ഭാര്യ ആവില്ല. അവളെൻ്റെ ഭാര്യ ആവത്തില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഫീൽഡിനെ, എൻ്റെ പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എൻ്റെ ഭാര്യ.
അപ്പോൾ നമ്മൾ ചുറ്റുപാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കലാകാരന്മാർ പലർക്കും എനിക്ക് പലരെ അറിയാം, അവരുടെ ഭാര്യമാരോ അല്ലെങ്കിൽ മക്കളോ ആരും സപ്പോർട്ട് ചെയ്യാത്തവരാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ ഏറ്റവും കട്ടയ്ക്ക് നിൽക്കുന്നത് എൻ്റെ വൈഫ് തന്നെയാണ് എല്ലാത്തിനും. അതായത് ഞാൻ എവിടെ ഞാൻ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പ്രോഗ്രാമിന് പോയാലും മേരി എൻ്റെ ഭാര്യ എന്നോടൊപ്പം കാണും. അതുപോലെ മക്കൾ ജോജി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മനസ്സിലായി. അത് മ്യൂസിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ചിലരും പറയുന്നുണ്ട് സാമ്രാജിൻ്റെ പ്രോഗ്രാമിൽ മ്യൂസിക് ഗംഭീരമാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ 50% ഓഫ് ദി ക്രെഡിറ്റ് ഗോസ് ടു മൈ സൺ ജോജി. ഇനിയും എൻ്റെ രണ്ടാമത്തെ മകൻ ജീവൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രോഗ്രാമിനൊപ്പം അദ്ദേഹത്തിൻ്റെ ജോബിലൊക്കെ പ്രൊഫഷനിലൊക്കെ തിരക്കാണെങ്കിൽ പോലും എപ്പോൾ ആവശ്യമുണ്ടോ അത്യാവശ്യമുണ്ടോ അവിടെ എല്ലാം ഒന്നിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് TV ഷോയ്ക്കും എല്ലാം. അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് കുറേ പങ്കുണ്ട്. അദ്ദേഹം പറയും ഡാഡി പപ്പ ആ ഭാഗമുണ്ടല്ലോ അത് ശരിയല്ല, അല്ലെ പെൺകുട്ടികളിടുന്ന ആ ഒരു തട്ടൺ അതൊന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ പപ്പ ഉപയോഗിക്കുന്ന ആ ഒരു കോസ്റ്റ്യൂം ഇതിന് വളരെ ആപ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല സജഷൻസ് തരാറുണ്ട്. ഇതാണ്. പിന്നെ അറിയാമല്ലോ, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഒരു കലാകാരൻ്റെ ജീവിതത്തിൽ അവൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഇന്ത്യൻ മാജിക്കിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ സാറാണ് ഫസ്റ്റ് ടൈമായിട്ട് ഹൊറർ മാജിക് കൊണ്ടുവന്നത്. സോ ഈ ഒരു ആശയം എവിടുന്നാണ് കിട്ടിയത്, അതിനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ പറയില്ല, ഇതെല്ലാം ഒരു ഇൻബോൺ ടാലൻ്റാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി ചെറുപ്പകാലത്ത്. അതായത് നിങ്ങളെപ്പോലുള്ള പ്രായത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 17-18 വയസ്സായപ്പോഴൊക്കെ സത്യത്തിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വെളിയിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ വേണം, സന്ധ്യയ്ക്ക് പോലും അങ്ങനെ ഒരു ഭയമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ വീടിനടുത്തൊരു പള്ളിയിൽ ഒരു കൺവെൻഷന് പോയി, ക്രിസ്ത്യൻ ചർച്ചിൽ കൺവെൻഷന് പോയി ഞാൻ കൺവെൻഷൻ പ്രസംഗമൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും കൂട്ടുകാരും പതുക്കെ പോയിട്ട് എൻ്റെ പുറകിലുള്ള കല്ലറയുണ്ട്, കല്ലറയിൽ പോയി ഇങ്ങനെ ഇരുന്ന് അവിടെ കുറേ സമയം ചിലവഴിച്ചു. എന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു. ഞാനവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം അങ്ങ് പോയി. അവരെന്നെ വിളിച്ചില്ല, അവരറിഞ്ഞില്ല തോന്നുന്നു, അവർ മറന്നുപോയി, അവരങ്ങ് പോയി. ഒരു 10 മണിയോട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കൺവെൻഷനെല്ലാം തീരുന്നു, എല്ലാവരും അങ്ങ് പോയി. പള്ളിയും പൂട്ടി, ഗേറ്റും പൂട്ടി, എല്ലാവരും അങ്ങ് പോയി. ഞാനിവിടാണ് കല്ലറയ്ക്കുള്ളില്ല, ശ്മശാനത്തില്ല. അപ്പോൾ ഓർത്തോണം, ഞാൻ ഭയങ്കര പേടി ഇതാണ്. ഞാനൊരു ഏകദേശം ഒരു 11 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് പതുക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പം ഭയങ്കര നിലാവ് വെട്ടം. എന്ത് രസം. ചുറ്റും നോക്കിയപ്പം അതാ കല്ലറ. ഇന്ന് ഞാൻ നാളെ നീ വർഗീസ് കൊളംബിയാക്കൽ 24-16-67 മരണം ജനനം ഇതൊക്കെ എഴുതി വച്ചേക്കുന്നു. ഞാൻ ചുറ്റുപാട് നോക്കി, എല്ലായിടും ഒരു അരണ്ട വെളിച്ചത്തിൽ ഈ കലറുകളെല്ലാം കാണുക, ചുറ്റും കലറുകൾ മാത്രം, ഞാൻ ഉറച്ച് നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ശബ്ദമൊന്നും വരുന്നില്ല, ആകെ ഭയം. ഒന്നാമതേ സന്ധ്യയ്ക്ക് പോലും ഇറങ്ങാൻ പേടിയല്ലേ, ഭയങ്കര പേടിയായി. ആലറി വിളിക്കുന്നുണ്ട്, ആരും കേൾക്കാനില്ല, ആ ഏരിയയിലെങ്ങും ആരുമില്ല. ഇവിടെ പിന്നെ ഞാൻ പതുക്കെ ചുറ്റും നോക്കി, പേടിച്ച് നടന്ന് എന്ന ഒരു ഗേറ്റിൻ്റെ അവിടെ ചെന്നു. ഗേറ്റും പൂട്ടിയിരിക്കുക. ഞാൻ എങ്ങനെ പോകും? അവിടെ അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ കൂട്ടുകാരെല്ലാം, അമ്മയും ചേട്ടന്മാരൊക്കെ വന്നിരുന്നു. പക്ഷെ അവരെല്ലാം മറ്റേ വർഗീസിൻ്റെ കൂടെയും മാത്യുവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി, മനസ്സിലായി. പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കി കുറച്ച് ഇപ്പം വരും എന്നൊക്കെ കാത്തിരുന്നു. പക്ഷേ ഞാൻ ചെല്ലുന്നില്ല. പിന്നെ ചെന്ന് മാത്യുവിൻ്റെ വീട്ടിലും വർഗീസിൻ്റെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അയ്യോ വന്നില്ലയോ, ഞങ്ങൾക്കറിയില്ല. ഒടുവിൽ പിന്നെ അവരെല്ലാം കൂടെ അന്നീ ചൂട്ടും കത്ത് ഉണ്ടല്ലോ എന്ന് അതൊക്കെ വെച്ചിട്ട് നേരെ അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ മാറിയിരുന്ന് കരയുവാണ്. പക്ഷെ ആ സമയത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്ക് വരാൻ പറ്റിയ പേടികളെല്ലാം മാറി കല്ലറയിലിരിക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായെന്നുള്ളതാണ്. ഇതാണ് സത്യം. പിന്നെ അതൊരു കഥ. അപ്പോൾ അങ്ങനെ മാറി. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് എന്തായിരിക്കും സ്വപ്നം കാണുന്നത്? അത് ഞാൻ ചോദിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ രാത്രി സ്വപ്നം കാണുന്നത് കള്ളിയാങ്കാട്ട് നീലി, രക്തരക്ഷസ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാ. പ്രേതം, ഭൂതം ഇങ്ങനെയൊക്കെ വരുന്നത്, ചങ്ങലകിലിക്ക് വരുന്നത്, നിഴലായി എന്നുള്ള പാട്ടൊക്കെ പാടി ഇങ്ങനെ വരുന്ന യക്ഷിയൊക്കെ ഓർമ്മ വരും. ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നത്തിലെ കഥാപാത്രങ്ങൾ. ഇതാണ് കാരണം എൻ്റെ ജീവിതം മുഴുക്കെ അങ്ങനെ ആയി മാറി. അത് കാരണം എവിടെ ഞാനൊരു
കോമഡി ആക്ട് ചെയ്യണം എന്ന് ഞാൻ സെറ്റ് ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് അതിനകത്തൊരു ഹൊറർ ടച്ച് വരുന്നുണ്ട്. അത് ഞാൻ ഹൊറർ അല്ല ചെയ്യുന്നത്, ഞാൻ കോമഡിയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഹൊറർ ടച്ച് ഉണ്ട്. ഒരു പക്ഷേ എൻ്റെ ആഹാരം എന്ന് വെച്ചാൽ ആഹാരമല്ല, എൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ സംസാര ശൈലിയും നോട്ടവും ഭാവവും ഒക്കെ ആയിരിക്കാം. പക്ഷെ അതിനൊക്കെ ഇതാകും. പക്ഷെ അത് ലാസ്റ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹൊററായി മാറുന്നു. ഇങ്ങനെയാണ് ഞാൻ ഹൊററിലേക്ക് വരുന്നത്. എല്ലാവരും പറയുന്നത് ഇത് ഹൊറർ ആണെന്ന്, പക്ഷേ ഞാനിപ്പോഴും അത് വിശ്വസിക്കുന്നില്ല എന്നുള്ള. ഈ മാജിക് ഫീൽഡിൽ തന്നെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു അവാർഡാണല്ലോ മെർലിൻ അവാർഡ്. ഇപ്പോൾ സാറിന് 2016 ഇന്ത്യയെ തന്നെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ആ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ അത് സ്വീകരിക്കുമ്പോഴുണ്ടായിരുന്ന ഫീലിംഗ് എന്തായിരുന്നു? ഭയങ്കരമായിരുന്നു. കാരണം ഞാനൊരു 30 വർഷമായി കേരളത്തിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ അന്ന് മുതലേ അന്നൊക്കെ കൊടുത്തിട്ട് വളരെ പരസ്യമാക്കിയൊരു ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു. സാമ്രാജിൻ്റെ പ്രോഗ്രാം ഇന്നിരുന്ന് നടക്കുന്നു, ലാസ്റ്റിൽ ബ്രാക്കിൽ എഴുതും ഗർഭിണികളും കുഞ്ഞുങ്ങളും കാണാതിരിക്കുക എന്ന്. അപ്പോൾ എന്താണ് കാരണം? ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തോ എൻ്റെ ലൈഫിൽ അല്ലെ ഈ പ്രോഗ്രാമിൽ അതൊരു വലിയ ഹൈപ്പായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ത് നോ പറയുന്നോ അവിടെ കൂടുതലൊരു സംഭവം. ഗർഭിണികൾ കാണാതിരിക്കുക എന്ന് പറയുമ്പം പലയിടത്തും ഗർഭിണികൾ വന്നായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. ഗർഭിണികൾ പതുക്കെ വരും, ഇതെന്തുവാണെന്ന്. അതുപോലെ ഈ കറുത്ത കണ്ണട ഉപയോഗിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ഈ പ്രോഗ്രാം കാണാൻ ശ്രമിക്കരുത്, ആപത്താണ് എന്ന് പറയും, ഒരു അനൗൺസ്മെൻറ്റാണ്. അപ്പം ചിലർ വന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്ന് പറയും, സർ ഈ കറുത്ത കണ്ണാടി വെച്ചുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? ഞാൻ എന്ത് പറ്റി? ഞാൻ കണ്ണാടി വെച്ച് നോക്കി, പക്ഷെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. ഞാൻ പറഞ്ഞു, അത് തന്നെ ഞാൻ പറഞ്ഞത്, ഇത് കാണാൻ പാടില്ലെന്ന് പറയുന്നത്. കാരണം എന്ത് നോ പറഞ്ഞാലും അത് ചെയ്യണമെന്നൊരു ടെൻഡൻസി മനുഷ്യനുണ്ടാവും. എൻ്റെ വളർച്ച കുറച്ചൊക്കെ അതുണ്ട്. എനിവേ എന്ന് പറയുന്ന പോലെ ഈ ആരംഭത്തിൽ തന്നെ എൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ച് തുടങ്ങിയപ്പം എൻ്റെ വെൽവിഷേഴ്സ് പലരും എന്ന് പറഞ്ഞിട്ടുണ്ട്, സാമ്രാജ് ഈ ഗർഭിണികളും കുഞ്ഞുങ്ങളും കാണാതിരിക്കുക, അതൊക്കെ ഒഴിവാക്കണം. പിന്നെ ഈ ഹൊറർ ടച്ചുള്ള പ്രോഗ്രാം അതൊക്കെ മാക്സിമം വരെ ഈ മറ്റുള്ള മജീഷ്യന്മാരൊക്കെ ചെയ്തില്ലേ, ഏത് ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ട്, നല്ല ചിരിയും ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിത് പറ്റുന്നില്ല, എൻ്റെ സ്റ്റൈൽ ഇതാണ്, എനിക്കിങ്ങനെ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹൊറർ ടച്ചുള്ള പ്രോഗ്രാം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അതായത് ഹൊറർ ടച്ചുള്ള പ്രോഗ്രാംസ് പലതും നീക്കണം എന്ന് അവർ പർട്ടിക്കുലറായിട്ട് പറയുമ്പോഴും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഓർക്കണം, ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ മെർലിൻ അവാർഡ്സ്, അത് ഓസ്കാർ ഓഫ് മാജിക് വരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അത് സ്കേറി മാജിക്, പേടിപ്പിക്കുന്ന മാജിക്കുകൾക്കുമാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. അവാർഡ് കിട്ടുന്നതിനേക്കാൾ കൂടി സന്തോഷം എൻ്റെ അഭിപ്രായത്തിന്, എൻ്റെ തീരുമാനങ്ങൾക്കൊരു അംഗീകാരമായല്ലോ എന്നുള്ള ചിന്തിക്കുന്നത്. അന്ന് എൻ്റെ കൂട്ടുകാരെ വെൽവിഷേഴ്സ് എന്ന് വരുന്നവരെ പറഞ്ഞവരെ വിശ്വസിച്ച് ഞാനത് എൻ്റെ സ്റ്റൈല് മാറ്റി വേറെ വല്ലതും ആക്കി ഒരിക്കലും എനിക്ക് ആ ഒരു അവാർഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് അത് എനിക്കൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതാണ്. സാറിൻ്റെ ഡ്രസ്സിങ്, മേക്കപ്പ്, അതുപോലെ തന്നെ വേ ഓഫ് പ്രസൻറ്റേഷൻ, ഇതെല്ലാം മറ്റ് മജീഷ്യനിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആണല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ഒരു തീം ചൂസ് ചെയ്യാൻ കാരണം? ആ ഒരു അഭിപ്രായം ഞാൻ അന്നും ഇന്നും കീപ്പ് ചെയ്യുന്നു. എന്ന് ഞാൻ ഈ മാജിക്കിലേക്ക് വന്ന അന്നും മജീഷ്യൻസ് എപ്പോഴും മജീഷ്യൻ്റെ ഡ്രസ് കോഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. കാരണം ഓരോന്നിനായിട്ട് മഹിമയുണ്ട്. ഇന്ന് പലരും മാജിക് ചെയ്യുന്നത് ജീൻസ് പാൻസ് മേടിച്ചിട്ട് ഇവിടെ കീറിയ പാൻസൊക്കെ ഉണ്ടല്ലോ ഭാങ്ങി വരേണ്ടത്, അതുപോലെ ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പലരെയും അങ്ങനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, അവരാരും മാറുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ശൈലി ഇതാണ്. കാരണം നമ്മൾ വളരെ പ്രതീക്ഷ കൊടുക്കാതെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് എൻ്റെ പ്രോഗ്രാം കൊച്ചുകുട്ടികൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ്. ആപാലവൃത്തി ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് മാജിക്. കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് അവർ വീട്ടിൽ നിന്ന് വരുന്നത് തന്നെ മജീഷ്യൻ സാമ്രാജിനെ കാണാനാണ്, അല്ലെങ്കിൽ മാജിക് ഷോ കാണാനാണ്. അവരുടെ മനസ്സിലെ രൂപം എന്താണ്? ഒരു മാജിക് എന്ന് അടിച്ചു നോക്കുമ്പോൾ നെറ്റിൽ കയറിയ എന്താണ് മാജിക്, അതിൻ്റെ രൂപം എന്ന് വെച്ചാൽ ആ ടോപ്പ് ഹാറ്റ്, ആ സ്റ്റൈല്, ആ മാജിക് ബാൻഡ്, ഇതൊക്കെയാണ്. ഇത് കാണാനാണ് അവർ വരുന്നത്. ഇവർ കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ കർട്ടൻ അങ്ങനെ മജീഷ്യൻ സാമ്രാജ് ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു എന്ന് പറയുമ്പം കർട്ടൻ പതുക്കെ ഉയരുമ്പം ഞാൻ എൻ്റെ കയ്യിലൊക്കെ കൊടുത്തിട്ട് നമസ്കാരം, ഞാനാണ് സാമ്രാജ് എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട്. കുട്ടികൾ അതല്ല പ്രതീക്ഷിക്കുന്നത്.
അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ആ രൂപമാണ്. അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് സംഭവിക്കുന്ന, നമ്മൾ അടിപൊളി ഐറ്റമൊക്കെ അവതരിപ്പിച്ചാൽ അവരുടെ മുമ്പിൽ അത്ര എഫക്റ്റീവ് ആകത്തില്ലെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലായി? അത് ഈ കോസ്റ്റ്യൂമിൽ നമ്മൾ മുമ്പേ പറയുന്ന രീതിയിൽ അതിൻ്റെ ആ സ്പെഷ്യൽ ലൈറ്റ്സിലും സൗണ്ടിലും ആ എല്ലാം അങ്ങനെ ഒരു ആംബിയൻസിൽ നമ്മൾ വന്നിട്ട് ഒരു ചെറിയ ഐറ്റം ആണെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ടെന്നുള്ള അത് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും അതിനെ വിശ്വസിക്കുന്നു. അത് മസ്റ്റാണ്. ഞാൻ അന്നും ഇന്നും കീപ്പ് ചെയ്യുന്നു. ഇതാണ് അത് ശരിയാണെന്ന് എൻ്റെ ലൈഫിൽ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ശരി വേണ്ടത്. സാർ, ഹൈലി റിസ്ക് ആയിട്ടുള്ളതും അതേപോലെ തന്നെ എസ്കേപ്പ് ആക്സിലൂടെയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ ഹൗദിനി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ആ ടൈറ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എങ്ങനെ ആ പേര് കിട്ടിയെന്നുള്ളതാണ്. ശരിക്കും ഞാൻ കൊടുത്ത പേരല്ല, എൻ്റെ പ്രകടനം. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എസ്കേപ്പ് ആക്റ്റുകൾ, പ്രത്യേകിച്ച് ഈ റിസ്കി ഇനങ്ങൾ അവതരിപ്പിച്ചത് മജീഷ്യൻ സാമ്രാജാണെന്ന് പലരും പറയുന്നു. ഞാനല്ല പറയുന്നത്. ഞാൻ പറയുമ്പോൾ ശരിയല്ലല്ലോ. ഇതിൻ്റെയൊക്കെ ബേസിലാണ് നോർത്ത് ഇന്ത്യയിൽ വെച്ച് ഞാൻ ഭയങ്കര ഒരു പ്രോഗ്രാം, ഒരു ഫയർ എസ്കേപ്പ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ബോംബെ വെച്ച് നടത്തിയ പ്രോഗ്രാമാണ്. അതിൻ്റെ ബേസിലാണ് അവിടുത്തെ ടൈംസ് ഓഫ് ഇന്ത്യ അവരെഴുതിയിരുന്നതാണ് ഇന്ത്യൻ ഹൗഡിനി മജീഷ്യൻ സാമ്രാജ് എന്നൊരു ക്യാപ്ഷൻ വന്നു. അത് പിന്നെ അങ്ങനെ പ്രചരിച്ചു പോയി. ഇപ്പോൾ എല്ലാവരും ഇന്ത്യൻ ഹൗഡിനി തന്നെ അറിയപ്പെടുന്നു. ഇതാണ് സംഭവിച്ചത്. ഈ ഇൻ്റർവ്യൂവിനിടയ്ക്ക് പലരും ചോദിക്കാറുണ്ട്, സാമ്രാജ് ഒരു മാജിക് കാണിക്കാമോ എന്ന്. ഇവിടെ ഞാൻ അതല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങൾ ചോദിക്കാൻ തന്നെ ഒരു ചെറിയൊരു ഐറ്റം കാണിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താ? റൈറ്റ്. എൻ്റെ കയ്യിൽ ഒരു ക്രോസ് ഉണ്ട്. ഓക്കെ, നോക്കുക ക്രോസ്. ഈ ക്രോസിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾ എന്നോട് മാക്സിമം കോപ്പറേറ്റ് ചെയ്യണം. ഏത് ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങളതിലേക്ക് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ, നിങ്ങളുടെ ആ തോന്നിപ്പിക്കലും എല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഒരു വന്നു കഴിയുമ്പോൾ ഇതിന് മാജിക് സംഭവിക്കുക. അതാണ് ജനങ്ങളുടെ ആ ഒരു കോപ്പറേഷൻ, സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ മാത്രമേ ഒരു ഹിപ്നോട്ടിസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആരംഭിക്കാം. ടിൻ 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 ടിൻ. നോക്കുക. Come on. ഏവരുടെയും ശ്രദ്ധയെ ഈ ക്രോസിൻ്റെ മധ്യഭാഗത്തേക്ക് ഞാൻ സാദരം ക്ഷണിക്കുന്നു. നോക്കുക. ഓം കമോൺ, ഓം കമോൺ, ഓ കമോൺ. Come on. കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടു അല്ലേ? ഇതാണ് മാജിക്. സോ സിമ്പിൾ. നിങ്ങൾക്കും വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകാഗ്രത വേണം, കോൺസെൻട്രേഷൻ വേണം. ഇതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ എന്താഗ്രഹിക്കുന്നു അതുപോലെ, അതായത് മലകളോട് മാറിപ്പോകുവാൻ ആജ്ഞാപിച്ചാൽ അത് സംഭവിക്കും എന്നൊക്കെ പറയുന്ന പോലെ ഇത് ലിഫ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ സംഭവിക്കും. അതിന് മനസ്സിന് ശക്തി വേണം. അത് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ആരംഭിക്കാം. ചോദ്യം പറയൂ. അടുത്ത ചോദ്യം. സർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ട്രൂപ്പാണല്ലോ സാമ്രാജ് വേൾഡ് ഓഫ് മാജിക് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇപ്പോൾ എത്ര ആർട്ടിസ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ അത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഇൻസ്പിറേഷൻ. റൈറ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ഗൾഫിലായിരുന്നല്ലോ വർഷങ്ങളായിട്ട്. 16 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ ശരിക്കും ഇത് ഒരു മാജിക് ട്രൂപ്പ് ഞാൻ ഫോം ചെയ്യുന്നത്. തുടങ്ങി. പക്ഷേ അന്ന് ഇത്രമാത്രം ആൾക്കാരൊന്നുമില്ല. കൂടി വന്നൊരു 8-9 പേരൊക്കെ മാക്സിമം ഉള്ള പ്രോഗ്രാമാണ്. അങ്ങനെ ഇത് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് മന്ത്രിച്ചു തുടങ്ങി. നാട്ടിൽ പോയിട്ടൊരു പ്രോഗ്രാം, ഒരു ട്രൂപ്പ് ഫോം ചെയ്ത് കൂടെ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ചിന്ത മറ്റു വഴിക്കുകയാണ്. എൻ്റെ നല്ലൊരു ജോബാണ്, ഗൾഫിലെ നല്ലൊരു ജോബാണ്, എൻ്റെ കുടുംബമെല്ലാം അവിടെയാണ്. അപ്പോൾ നല്ല ആ ജോബ് വിടണോ, അല്ല അത് ഏറ്റെടുക്കണോ, അതോ നാട്ടിലുള്ള ഈ ട്രൂപ്പ് ഫോം ചെയ്യണോ? 2 തട്ടുകളിലായിട്ട് നോക്കി. പക്ഷേ ലാസ്റ്റിലെ യെസ്, ട്രൂപ്പ് ഇത് ഇവിടെ എത്തി. ഞാനങ്ങനെ അത് റിട്ടയർമെൻറ്റ്, അതായത് റിസൈൻ ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ എടുത്ത് അന്ന്
പലരും എന്നോട് പറഞ്ഞു, എൻ്റെ വെൽവിഷേഴ്സ് പലരും പറഞ്ഞു, തുടങ്ങരുത്, നാട്ടിൽ പോകരുത്, ഗൾഫിലെ ജോലി ഉപയോഗിച്ച് ആരെങ്കിലും നാട്ടിൽ പോകും, ഇങ്ങനെ പോയ പല മഹാന്മാരും തിരിച്ചവിടെ ചെല്ലുന്നുണ്ട് എന്നൊക്കെ. അന്നൊക്കെ അത് എൻ്റെ ബോസ്, എൻ്റെ ഇംഗ്ലീഷുകാരൻ പോലും പറഞ്ഞിട്ടുണ്ട്, സാംരാജ് 2 വട്ടം ചിന്തിച്ചിട്ടേ പോകാവൂ, അല്ലാതെ ഇവിടെ പോയതിന് ശേഷം പിന്നീട് അയ്യോ എനിക്ക് വീണ്ടും എനിക്ക് ജോലി തരണമെന്നും പറയാൻ പാടില്ല, അത് ഈ നല്ല ജോലിയാണ്, അത് ഉപേക്ഷിക്കാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കി, എൻ്റെ മനസ്സ് ഇത് തന്നെയാണ്, മാജിക് തന്നെയാണ്, എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ റിസൈൻ ചെയ്തു. അങ്ങനെയാണ് നാട്ടിൽ വന്നത്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഗൾഫ് വീക്കിലി, അവിടുത്തെ ഗൾഫ് ന്യൂസിൻ്റെ ഒരു വീക്കിലി വരും, അതിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ ഞാൻ എഴുതിയിരുന്നു, നാട്ടിൽ പോയാൽ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ, എൻ്റെ അംബീഷൻ എന്താണെന്ന് വെച്ചാൽ 18 പേരുള്ള ട്രൂപ്പ് നാട്ടിൽ തുടങ്ങുമെന്നുള്ളതാണ്. എത്ര? 18 പേര്. ഓർക്കണം, ഇപ്പോൾ 18 കഴിഞ്ഞത് ഏകദേശം 35ഓളം പേര് ഉള്ള വലിയ ട്രൂപ്പായി മാറി എന്നുള്ളതാണ്. അതുകൊണ്ടെന്താ, ഇന്നിപ്പോൾ എന്നോടൊപ്പം 35 പേർ എന്ന് പറയുമ്പോൾ 35 ഫാമിലിയാണ്, 35 കുടുംബങ്ങളാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്. അതാണ്. അതുകൊണ്ട് ഒത്തിരി ഭാഗ്യവാനല്ല ഞാൻ. ദാറ്റ്സ് ഇറ്റ്.